നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. കഠിനംകുളത്ത് വീടിനുള്ളിൽ യുവതിയെ കഴുത്തറുത്ത നിലയിൽ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് അത് നാടിനെ ഒന്നടങ്കം നടുക്കിയ സംഭവമായിരുന്നു. ഭർത്താവായ പൂജാരി അദ്ദേഹം വീടിന് മുന്നിലുള്ള ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി വന്നപ്പോഴായിരുന്നു ഭാര്യ ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹം നാട്ടുകാരെ വിവരമറിയിക്കുകയും അവർ പോലീസിന് വിവരമറിയിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം സുഹൃത്തായ പ്രതി അയാളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ചെല്ലാന സ്വദേശി ജോൺസൺ ഔസേപ്പാണ് പ്രതി എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ അന്വേഷണമൊക്കെ നടന്നത്. ഇരുവരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സൗഹൃദത്തിലായത്. മാത്രമല്ല ഇയാൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു, കൊലപ്പെടുത്തും എന്ന ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടന്നത്. ആതിര റീൽസ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ വളരെ സജീവമായിരുന്നു. ഇത്തരത്തിലാണ് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാകുന്നത്. ഇയാൾ വിവാഹമോചനം നേടി നിൽക്കുന്ന ഒരു യുവാവാണ് എന്നാണ് നമുക്ക് തുടക്കത്തിൽ കിട്ടുന്ന വിവരം. വിവാഹമോചനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ജോൺസൺ. അതിനിടയിൽ സൗഹൃദത്തിലാകുന്നു. മാത്രമല്ല ഈ ആതിരയോട് മകനെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരണം എന്ന ഒരു ആവശ്യം യുവാവ് മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ ആവശ്യം ആതിര അംഗീകരിച്ചില്ല. ഇതാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്നാലും പ്രതിയെ തിരിച്ചറിഞ്ഞു. എന്തായാലും ഇനി പ്രതിയെ കണ്ടെത്തുക എന്ന വലിയൊരു ദൗത്യമാണ് പോലീസിന് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ഒരു വ്യക്തതയില്ലാതെ നിലനിന്നിരുന്ന ഒരു ചോദ്യമാണ് പ്രതി ആര്, പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്. എന്നാലും പ്രതിയെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയം. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആൺ സുഹൃത്താണ് ആതിരയെ കൊന്നതെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ആതിരയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. കൊലയ്ക്ക് ശേഷം പ്രതി ആതിരയുടെ സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത്. ഈ സ്കൂട്ടർ കഴിഞ്ഞ ദിവസം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. പ്രതി ഈ ഒരു സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ച ശേഷം ട്രെയിനിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം. എന്തായാലും കഴിഞ്ഞ ദിവസം ആതിരയുടെ വീട്ടിൽ കടുത്ത പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഇയാള് പെരുമാതുറ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരുന്നു. ഈ വീട്ടിലടക്കം കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 11:30 വെഞ്ഞാറുമൂട് സ്വദേശിനി ആതിരയെ വീട്ടിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആതിരയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ചെല്ലാന സ്വദേശിയായ യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ഇയാൾ കൃത്യം നടത്തിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. എല്ലാ മാസവും ആതിരയെ കാണാൻ ഇയാൾ എത്താറുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ യുവാവ് താമസിക്കാറുള്ളത് പെരുമാതുറയിലെ മുറിയിലാണ്.